ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഏറ്റവും വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് ഷമ്മാശ ശുശ്രൂഷയിലൂടെ നിയോഗമേറ്റെടുക്കുന്ന എബിൻ ടി മാത്യു, ആശിഷ് കെ, ഈ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ദൈവജനമേ, എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഈ നിയോഗ ശുശ്രൂഷയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി, ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഈ ശുശ്രൂഷയിലുടനീളവും നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്ന് പ്രിയപ്പെട്ട എബിൻ ടി മാത്യുവിനെയും ആശിഷ് കെയും സഭയുടെ ശമാശ ശുശ്രൂഷയിലേക്ക് നിയോഗിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. അവരെ ദൈവവേലയ്ക്കായിട്ട് ഒരുക്കിയ മാതാപിതാക്കൾ, ഇടവക, പട്ടക്കാർ, ദൈവജനം, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ സംബന്ധിച്ച്, മാർത്തോമാ സഭയെ സംബന്ധിച്ച് ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്കായി പുതിയ നിയോഗിതരുണ്ടാകുന്നത് സഭയെ കൂടുതൽ ശക്തീകരിക്കുകയും ദൈവജനത്തെ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ നോമ്പിൻ്റെ കാലമാകുന്നുവല്ലോ. നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു കർത്താവിൻ്റെ മനുഷ്യാവതാരം, അവൻ ദാസരൂപമെടുത്തത്, മനുഷ്യനായി തീർന്നത്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് നമുക്ക് ജീവൻ നൽകിയതിനെ, നമുക്ക് രക്ഷയും നിത്യജീവനും നൽകിയതിനെ നമ്മൾ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ ആ വലിയ ദൈവകൃപയും രക്ഷയുടെ അനുഭവവും നമുക്കെല്ലാവർക്കും അനുഭവിപ്പാനും നമ്മെ തന്നെ സമർപ്പിപ്പാനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളത്രേ. 1 തിമോഥെയോസ് 3, 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഔവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. ആദ്യം അവരെ പരീക്ഷിക്കണം. അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. ഔവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തമാരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് മൺമയരായ ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നിൻ്റെ ശുശ്രൂഷകരായി തീരുവാനായി ഒരുങ്ങി വന്നിട്ടുള്ള പ്രിയ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. കർത്താവേ, ദൈവജനത്തോട് അവിടുന്ന് സംസാരിക്കണമേ. ഞങ്ങളെല്ലാവരും അവിടുത്തെ കൃപ അനുഭവിപ്പാനും നിൻ്റെ ശബ്ദം കേൾപ്പാനും തിരുവചനത്തിലൂടെ നിൻ്റെ സൗഖ്യവും സമാധാനവും പുതുക്കവും പ്രാപിപ്പാനും ഇടയായിത്തീരണമേ. സഭയെ അനുഗ്രഹിക്കണമേ. സഭയെ ക്രിസ്തീയ സാക്ഷ്യത്തിലും സുവിശേഷ ദർശനത്തിലും ശക്തീകരിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. 2018 കേരള ചരിത്രത്തിൽ
നമുക്ക് മറക്കുവാൻ പാടില്ലാത്ത ഒരു വർഷമാകുന്നുവല്ലോ. പഴമക്കാർ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് പോലെ നമ്മുടെ തലമുറയിൽ നമ്മൾ കണ്ട വലിയ ജലപ്രളയത്തിൻ്റെ വർഷമാണ് 2018. ആ സമയത്ത് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള തീരദേശ പ്രദേശത്ത് നിന്ന് വോളണ്ടറിയായി അവരുടെ വള്ളങ്ങളുമൊക്കെയായി വന്ന് ജലപ്രളയം ബാധിച്ച സ്ഥലങ്ങളിലെ ആളുകളെ, പല സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവരായ സമൂഹം ആയിരുന്നുവല്ലോ. ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ ലോറികളിലൊക്കെ ഈ ബോട്ടുകളും വള്ളങ്ങളുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്ന പ്രദേശത്തേക്ക് അവർ വരുമ്പോൾ അതിന് താഴെ കൊടുത്തിരുന്ന അടിക്കുറിപ്പ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്വന്തം നാവികസേന. നമുക്കെല്ലാം ഏറ്റവും അഭിമാനം തോന്നിയ ഒരു സന്ദർഭമാണ് അത്. മനുഷ്യത്വം ഏറ്റവും അനുഗ്രഹീതമായി വിളങ്ങുകയും അത് ദൈവകൃപയോട് ചേർന്ന് ഒരു വലിയ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത സന്ദർഭമായിരുന്നു, ഒരു കാലമായിരുന്നു അത്. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിലെ ഒരു സ്കൂളിൽ ഒരു അധ്യാപിക ഇംഗ്ലീഷ് കോമ്പസിഷനായിട്ട് 3 ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി. അതിന് ഒരു മലയാളിയായ കുട്ടി എഴുതിയ ഉത്തരങ്ങൾ വളരെയധികം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. ചോദ്യങ്ങൾ ഇപ്രകാരമായിരുന്നു: നിങ്ങളൊരു സെലിബ്രിറ്റിയായി, ഒരു മാതൃകയായി കാണുവാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ്? രണ്ടാമത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളെ നിങ്ങളുടെ മാതൃകയായി തിരഞ്ഞെടുക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, ആ ആളോട് കൂടെ ഒരു ദിവസം ചിലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ദിവസം ചിലവഴിക്കുക? കുട്ടിയുടെ ഉത്തരം ഇപ്രകാരമായിരുന്നു: 2018 വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ അനേകരെ രക്ഷിച്ച ഒരു മത്സ്യത്തൊഴിലാളിയായി ആണ് എൻ്റെ മാതൃക. ഒരു സെലിബ്രിറ്റിയായി ഞാൻ കാണുന്നത് അദ്ദേഹത്തെയാണ്. എന്തുകൊണ്ട് ആ വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ ഉത്തരം, അനേകരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച അദ്ദേഹത്തിന് ആളുകൾ പാരിതോഷികങ്ങൾ നൽകിയപ്പോൾ അദ്ദേഹം അതൊന്നും വാങ്ങാതെ അവയെല്ലാം തിരസ്കരിക്കുകയും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് ആളുകളോട് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അയാളെ ഒരു മാതൃകയായി തിരഞ്ഞെടുക്കുന്നത്. ആ ആളോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ സാധിച്ചാൽ അതെങ്ങനെയായിരിക്കും എന്നതിന് ഈ കുട്ടി എഴുതിയ ഉത്തരം ഇങ്ങനെയാണ്: എങ്ങനെയാണ് ഈ മനുഷ്യൻ ചെയ്തതുപോലെ നിസ്വാർത്ഥമായി ജീവിക്കുവാൻ കഴിയുക എന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടായിരിക്കും ഞാൻ ആ ഒരു ദിവസം ചിലവഴിക്കുന്നത് എന്നാണ് ഈ കുട്ടിയുടെ മറുപടി. ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഒരു ജീവിക്കുന്ന മാതൃകയും അത് ഒരു തലമുറയിൽ ചെലുത്തുന്ന ഒരു സ്പാർക്ക്, ഒരു സ്വാധീനവും നമുക്ക് ഈ കുട്ടിയുടെ ഉത്തരങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇത് വാസ്തവമായി സംഭവിച്ചതോ സാങ്കല്പികമോ ആണെങ്കിൽ പോലും ഇത് നമ്മളെ വളരെയധികം ശക്തീകരിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സന്ദേശമാണ്. ഇന്ന് ഷമ്മാശ സ്ഥാനത്തേക്ക് നിയോഗിതരാകുന്ന പ്രിയപ്പെട്ട എബിൻ ടി മാത്യു, ആശിഷ് കെ ഇപ്രകാരത്തിലുള്ള ശുശ്രൂഷകൾ ഏറ്റെടുക്കുക മാത്രമല്ല, ഇത് ജീവിത സ്വഭാവമായി തീരുന്ന ശുശ്രൂഷകർ ആയിത്തീരുവാൻ ഒരു ഡൂയിങ്ങിനായിട്ടല്ല, മറിച്ച് ഒരു ബീയിങ്, നമ്മുടെ ഉണ്മയിൽ തന്നെ ഇങ്ങനെയുള്ള ജീവദായകമായ ശുശ്രൂഷ ചെയ്യുവാൻ, നിസ്വാർത്ഥമായ ശുശ്രൂഷകൾ ചെയ്യുവാനാണ് സഭ നിങ്ങളെ ഷമ്മാശ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത്, ദൈവം നിങ്ങളെ ഷമ്മാശ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ 1 തിമോഥെയോസ് 3:8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ വാക്യത്തിൽ, 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം.
ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്: ഡീക്കൻസ് likewise must be dignified. ഡീക്കൻ എന്നതിന് സുറിയാനി ഭാഷയിൽ ശംശാന എന്ന് പറയുന്നു. മലയാളത്തിൽ നമ്മൾ ഷെമ്മാശൻ എന്ന് പറയുന്നു. ടു സെർവ്, ടു മിനിസ്റ്റർ, ടു അറ്റൻഡ്, ശുശ്രൂഷിക്കുക എന്നതാണ് പ്രധാന ധർമ്മം. The one who serves faithfully in the presence of God and his people. ദൈവത്തിന് മുമ്പാകെയും ദൈവജനത്തിനു വേണ്ടിയും ഏറ്റവും വിശ്വസ്തയോടുകൂടെ വിശ്വാസത്തിൻ്റെ, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ചിന്തയായി ഞാൻ പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത് സഭയുടെ സാക്ഷ്യത്തിൻ്റെ പ്രതീകമായ ഷെമ്മാശ ശുശ്രൂഷ എന്നുള്ളതാണ്. സഭയുടെ സാക്ഷ്യത്തിൻ്റെ പ്രതീകമായ ഷെമ്മാശ ശുശ്രൂഷ. മാർത്തോമാ സഭയുടെ ഭരണഘടനയിൽ ഷെമ്മാശിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ലോകത്തിൽ സേവനത്തിനു വേണ്ടി വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രതീകമാണ് ഷെമ്മാശ് സ്ഥാനം. യേശുക്രിസ്തു നിറവേറ്റിയ വിവിധ ശുശ്രൂഷകളിലാണ് ഈ സ്ഥാനത്തിൻ്റെ പൊരുൾ അടങ്ങിയിരിക്കുന്നത്. കൂദാശകളുടെ അനുഷ്ഠാനത്തിൽ പട്ടക്കാരെ സഹായിക്കുന്നതിനും പരസ്യാരാധന നടത്തുന്നതിനും ദരിദ്രരെ കരുതുന്നതിനും നിസ്സഹായരെ സംരക്ഷിക്കുന്നതിനും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും ഷെമ്മാശന് ചുമതല ഉണ്ടായിരിക്കുന്നതാണ്. മുൻകാലങ്ങളിൽ ആദിമസഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ രോഗാതുരരായി ദൈവാലയത്തിൽ വന്ന് ദൈവിക ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കഴിയാത്തവർക്ക് ഭവനങ്ങളിൽ പോയി വിശുദ്ധ കുർബാന നൽകുകയും അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നത് ഷെമ്മാശന്മാരായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്, ശക്തീകരിക്കുന്നത് സഭ തന്നെ ഷെമ്മാശ് എന്ന ബീയിങ്ങിലാണ്, ആളത്വത്തിലാണ് ആയിരിക്കുന്നത്. ദൈവജനം തന്നെ യേശുക്രിസ്തുവിന് വേണ്ടി ഈ ഷെമ്മാശ ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടതാണ്, വിളിക്കപ്പെട്ടതാണ്. അതിൻ്റെ പ്രതീകമാണ് ഒരാൾ ഷെമ്മാശനായി തീരുന്നത്, ശുശ്രൂഷകനായി നിയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ലോകത്തിൽ സേവനത്തിനു വേണ്ടി വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രതീകമാണ് ഷെമ്മാശ് സ്ഥാനം. ദൈവസഭ തന്നെ അങ്ങനെ ആയിരിക്കേണ്ടതാണ്. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഒരാൾ ഷെമ്മാശ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നത്. ഷെമ്മാശ് ഒരു റോൾ അല്ല, ഒരു ഫങ്ഷൻ അല്ല, ഒരു ഡൂയിങ്, എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. അതിലുപരിയായി ശുശ്രൂഷ തൻ്റെ ജീവിത സ്വഭാവമാക്കിയ ആൾ എന്നതാണ് അതിൻ്റെ അർത്ഥം. ബീയിങ് തന്നെ ഡയക്കനേറ്റ്, ഷെമ്മാശ ആയിട്ട് തീരുന്ന അനുഭവം. നമ്മുടെ കർത്താവിനെ നിത്യ ഷെമ്മാശൻ എന്ന് പറയാറുണ്ട്. ക്രിസ്തുവിലായവരെല്ലാം, മേൽപ്പട്ടക്കാരും പട്ടക്കാരും അൽമായരും ഒരുപോലെ ക്രിസ്തുവേശുവിൻ്റെ ഭാവം ഉൾക്കൊണ്ട ഷെമ്മാശന്മാർ ആയിരിക്കേണ്ടതാണ് എന്ന് ഇത് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ശുശ്രൂഷകന്മാർ ഘനശാലികളായി, ഡിഗ്നിഫൈഡായി ഇരിക്കുന്നത് ഈ ശുശ്രൂഷയുടെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ദാസരൂപമെടുത്ത് മനുഷ്യനായി തീർന്ന കർത്താവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദൈവപുത്രനായ കർത്താവിൻ്റെ, ദാസരൂപമെടുത്ത ദൈവപുത്രനായ കർത്താവിൻ്റെ ഭാവത്തോട് പൂർണ്ണമായി ഇഴുകിച്ചേർന്ന ശുശ്രൂഷക്കാരൻ എന്നുള്ളതാണ് ഷെമ്മാശൻ്റെ ശുശ്രൂഷ ദൗത്യം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇനി പെസഹ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നതാണ്. അവൻ തൻ്റെ നാഴിക വന്നു എന്ന് കർത്താവ് അറിയുകയും
ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് താൻ വന്നു, ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് ഓർക്കുകയും ചെയ്യുമ്പോൾ താൻ സ്നേഹിച്ചവരെ അവൻ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അവൻ അത്താഴത്തിനിരിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ വസ്ത്രം അഴിച്ചു വെച്ച് അരയിൽ തുവർത്ത് ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അത് തുടയ്ക്കുകയും ചെയ്തുകൊണ്ട് ദൈവപുത്രനായ കർത്താവ് ഏറ്റവും വലിയ ശുശ്രൂഷയുടെ മാതൃക കാണിച്ചതിനെ അനുവർത്തിക്കാനായി വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതാണ് സഭ. അതിൻ്റെ പ്രതീക സ്ഥാനമാണ് ശമ്മാശ് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയുടെ സമർപ്പണമാണ് ശുശ്രൂഷകൻ്റെ, ശമ്മാശൻ്റെ ഡിഗ്നിറ്റി, അന്തസ്, ഘനശാലികളായിരിക്കുന്നതിൻ്റെ മാതൃക എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റ് അനേക ദൈവവചനവും നമ്മെ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 9-ാം അധ്യായം, 11-ാം അധ്യായം, 42-ാം അധ്യായം, 52-13 മുതൽ 53-ാം അധ്യായം മുഴുവൻ തന്നെ കഷ്ടപ്പെടുന്ന ദാസൻ എന്നുള്ള സാദൃശ്യത്തിലൂടെ സഭയുടെ ശുശ്രൂഷയും ശമാശായി നിയോഗിക്കപ്പെടുന്നവരുടെ ശുശ്രൂഷയും എന്ത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് ഏറ്റവും കൃപയുള്ള, അന്തസ്സുള്ള ശുശ്രൂഷ കർത്താവിന് വേണ്ടി നിസ്വാർത്ഥമായി ചെയ്യുവാൻ വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതാകുന്നു എന്ന് ഓർത്ത് അതനുവർത്തിക്കുന്നത് ഏറ്റവും വലിയ സാക്ഷ്യമാണ്. സ്വയമായി ഉയരുന്നതിനോ മഹത്വമെടുക്കുന്നതിനോ അല്ല, പിന്നെയോ എല്ലായ്പ്പോഴും കർത്താവിൻ്റെ എളിയ ശുശ്രൂഷകനായി മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. 1888 സുവിശേഷ പ്രസംഗ സംഘം സ്ഥാപിക്കപ്പെടുന്നത്. 1890 മുതൽ 1943 വരെ അതിനെ നയിച്ചത് ഐരൂരച്ചൻ എന്ന് അറിയപ്പെടുന്ന CP ഫിലിപ്പോസ് കശീശയാണ്. 1895 മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത് അച്ഛൻ്റെ താല്പര്യത്തിലും പ്രയത്നത്തിലുമാണ്. 1945 മാരാമൺ കൺവെൻഷൻ്റെ 50-ാം വാർഷികം കൊണ്ടാടുമ്പോൾ അദ്ദേഹം വിരമിച്ച് വയോധികനായി രോഗക്കിടക്കയിലാണ്. ആ മഹത്തായ സമ്മേളനത്തിന് അദ്ദേഹത്തിന് പോയി വ്യക്തിപരമായി സംബന്ധിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അദ്ദേഹം മാരാമൺ കൺവെൻഷൻ്റെ 50-ാം വാർഷികത്തിൽ വായിക്കുന്നതിനായിട്ടൊരു സന്ദേശം കൊടുത്തയക്കുന്നുണ്ട്. ആ സന്ദേശത്തിൽ ഒറ്റ വാചകമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെഴുതിയിരുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കർത്താവിന് വേണ്ടി വലിയതായി ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. 50-ൽ പരം വർഷം ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് നടന്ന് അതിൻ്റെ വിഹ്വലതകളും വേദനകളും പ്രയത്നങ്ങളും എല്ലാം അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ കർത്താവിന് വേണ്ടി വലുതായൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ഇവിടെ ഒരു ശുശ്രൂഷകൻ്റെ ആളത്വം എന്താണ്, എങ്ങനെയുള്ള ഘനശാലിത്വമാണ്, ഡിഗ്നിറ്റിയാണ് വെളിപ്പെടേണ്ടത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം ഇതിനു വേണ്ടി ചെയ്യാൻ ഒന്നും ബാക്കിയില്ലാത്ത വിധം പ്രയത്നിച്ചയാളാണ്. എന്നാൽ അതൊന്നും തന്നെ സ്വന്തം താല്പര്യമായി, സ്വന്തം മേന്മയായി സ്വീകരിക്കാതെ കർത്താവിന് വേണ്ടി ഇതിൽ കൂടുതൽ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ആളത്വമാണ്, അനുഭവമാണ് ശുശ്രൂഷകൻ്റെ ആളത്വം, ശമ്മാശൻ്റെ അനുഭവം. രണ്ടാമത് ഈ ഭാഗത്തു നിന്ന് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ക്രിസ്തുവെ ശരീരത്തിൻ്റെ, അതായത് സഭയുടെ മഹത്വവും വിശ്വാസത്തിൻ്റെ മർമ്മവും കാത്തു സൂക്ഷിക്കുന്ന ഘനശാലികളായ ശമ്മാശന്മാർ. ഘനശാലികളായ ശമ്മാശന്മാർ, ശുശ്രൂഷയുടെ എംബോഡിമെൻ്റ് ആയിരിക്കുന്ന ശമ്മാശന്മാർ, സഭയുടെയും വിശ്വാസത്തിൻ്റെ മർമ്മത്തിൻ്റെയും കാവൽക്കാരാണ്, അതിനെ കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ശുശ്രൂഷകന്മാർ അവർ വിശ്വാസത്തിൻ്റെ മർമ്മം, 9-ാമത്തെ വാക്യം,
അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. ഘനശാലികളായിരിക്കണം. അതെങ്ങനെയെന്ന് ഈ വാക്യം, 8-ാം വാക്യം വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. അവർ ഇരുവാക്കുകാർ ആകരുത്. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയും ട്രാൻസ്പെറൻസിയും ഉണ്ടായിരിക്കണം. ഗൂഢോദ്ദേശത്തോടു കൂടെയുള്ള സംഭാഷണമല്ല. ഒരേ സംസാരം, ഒരേ ഭാഷ, സുവിശേഷത്തിൻ്റെ ഭാഷ. മദ്യപന്മാരും ദുർലാഭമോഹികളും ആയിരിക്കരുത്. ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്: നോട്ട് ഡബിൾ ടങ്ഡ്, നോട്ട് അഡിക്റ്റഡ് ടു മച്ച് വൈൻ, നോട്ട് ഗ്രീഡി ഫോർ ഡിസോണസ്റ്റ് ഗെയിൻ. അവർ ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും ആയിരിക്കരുത്. ജീവിതത്തിൽ ചിട്ടയും ജീവിതത്തിൽ ലക്ഷ്യബോധവും ജീവിതത്തിൽ നൈർമല്യമായ സ്വഭാവവും ഉള്ളവരായിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണ് ക്രിസ്തു ശരീരത്തിൻ്റെ മഹത്വവും വിശ്വാസത്തിൻ്റെ മർമ്മവും അവർ കാത്ത് സൂക്ഷിക്കേണ്ടുന്നത്. വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം ശമാശന്മാർ. ആദ്യ ശമാശനായിരിക്കുന്ന സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ വായിക്കുമ്പോൾ, മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട 7 ശമാശന്മാരിൽ സ്തേഫാനോസ് പ്രത്യേകമായും സുവിശേഷ തീക്ഷ്ണതയോടുകൂടെ ദൈവവചനം പ്രസംഗിക്കുകയും ആളുകളെ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് സമ്മതിപ്പിക്കുകയും ക്രിസ്തു വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നും, ആ കാലഘട്ടത്തിൽ പ്രബലരായിരുന്ന പലരോടും തർക്കിക്കുവാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവനായിരുന്നുവെന്നും, അവൻ്റെ ദൈവവചന ശുശ്രൂഷയിൽ അതിനെ എതിർക്കുന്നവർ പലപ്പോഴും നിഷ്പ്രഭരായിപ്പോയി എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ കാത്തു സൂക്ഷിക്കുക എന്നതിൻ്റെ താല്പര്യം. നമ്മൾ പഠിക്കുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യുന്ന ശമാശന്മാരും പട്ടക്കാരും മേൽപ്പട്ടക്കാരും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷാ സരണിയിൽ സിദ്ധാന്തങ്ങൾ പലതും വരും, പല തിയറികൾ വരും, ഐഡിയോളജീസ്, പ്രത്യയശാസ്ത്രങ്ങൾ പലത് വരും. നമ്മളത് പഠിക്കും, പല പേഴ്സ്പെക്റ്റീവ്സ് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ അവയെല്ലാം വിശ്വാസത്തിൻ്റെ മർമ്മത്തിന് ആഴം കൂട്ടുവാൻ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. സുവിശേഷ ദർശനത്തിന് മാറ്റുകൂട്ടുന്നതായിരിക്കണം നമ്മളുടെ എല്ലാ വിധത്തിലുള്ള പഠനവും അറിവും ദർശനവും എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞു പോകുന്നവരായി ദൈവജനവും ശുശ്രൂഷക്കാരും തീരരുത് എന്ന്. പല ഫാഷൻസിൻ്റെ പിന്നാലെ പോകുന്ന, ഐഡിയോളജിയുടെ പിന്നാലെ പോകുന്ന, സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോകുന്നവരായി തീരുകയല്ല, അവയെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ ദൈവവചനത്തിൻ്റെ മാറ്റുകൂട്ടുവാൻ, സുവിശേഷ ദർശനത്തിൻ്റെ മാറ്റുകൂട്ടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹോൾഡ് ദ മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിസ്റ്ററി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ദൈവം മനുഷ്യനായി തീർന്ന ആ മർമ്മത്തെ, അവൻ്റെ പീഡാനുഭവത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പുതുക്കത്തെക്കുറിച്ചും പുതിയ ആളത്വത്തെക്കുറിച്ചും പുതിയ ദർശനത്തെക്കുറിച്ചും സുവിശേഷ വേലയുടെ പുതിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചും മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഈ മർമ്മം വളരെ പ്രാർത്ഥനയിലും സമർപ്പണത്തിലും മാത്രം ഗ്രഹിക്കുവാൻ കഴിയുന്ന ഈ മർമ്മം നിങ്ങളുടെ ഹൃദയത്തിൽ അതിൻ്റെ ഏറ്റവും മർമ്മസ്ഥാനത്ത് സൂക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ശുശ്രൂഷ നിറവേറ്റുവാൻ എന്ന് ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ആ പ്രക്രിയയിൽ നിങ്ങൾ ഘനശാലികളുമായിരിക്കണം. ഇരുവാക്കുകാരാകാതെ, മദ്യപന്മാരാകാതെ, അതായത് ഈ ലോകത്തിൻ്റെ നമ്മെ ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലും അമിതമായി വ്യാപരിക്കാതെ, സെൽഫ് കൺട്രോളോടുകൂടെ, ഗ്രീഡിയാകാതെ ഈ വിശ്വാസത്തിൻ്റെ മർമ്മത്തിൻ്റെ ശുശ്രൂഷ
ശുദ്ധ മനസാക്ഷിയിൽ കഴിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ബാല്യകാലത്തും യൗവനകാലത്തുമൊക്കെ വളരെ പ്രശസ്തനായിരുന്ന ഒരു സാഹിത്യകാരനാണ് C.L. ജോസ്. എല്ലാ വാർഷിക പതിപ്പുകളിലും അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഉണ്ടായിരിക്കും. കൂടുതലും അദ്ദേഹം നാടകങ്ങളാണ് രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവം ഇപ്രകാരം വായിക്കുവാനിടയായി. തൃശ്ശൂരുള്ള ഒരു കാത്തലിക് ഫാമിലിയിൽ ജനിച്ചു വളർന്നയാളാണ്. 6-7 മക്കളുണ്ട്. പിതാവ് ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ജോലി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. വരുമാനം വളരെ പരിമിതമാണ്. എന്നാൽ കുടുംബമായി വളരെ നല്ല ക്രിസ്തീയ ജീവിതം അവർക്കുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം പിതാവ് ജീവിതത്തെ സംബന്ധിച്ചൊക്കെ മക്കളോട് വിശദീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിതാവ് വളരെ സംഘർഷഭരിതനായിരിക്കുകയാണ്. മക്കളോട് അദ്ദേഹം പറഞ്ഞു, ഭാര്യയോടും മക്കളോടും പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന കടയിലെ യജമാനൻ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ കള്ളസാക്ഷ്യം പറയണം. ഒരു കള്ളസാക്ഷിയായി ഞാൻ നിൽക്കണം. ഞാൻ കാണാത്ത ഒരു കാര്യം കണ്ടിട്ടുണ്ടെന്ന് പറയണം. എനിക്ക് അത് ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ നാളെ തീരുമാനം അറിയിക്കണം. ഞാനിത് ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് അറിയിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ ജോലി കിട്ടുവാനോ പുതിയൊരു മാർഗം, ജീവിതമാർഗം കണ്ടെത്തുവാനോ എളുപ്പമല്ലാത്ത ഒരു കാലത്ത് ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് മക്കളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം കിടക്കാനായിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം കടയിൽ ചെന്ന യജമാനനോട് പറഞ്ഞു, ഇന്നലെ എന്നോട് പറഞ്ഞ രീതിയിൽ ഒരു കള്ളസാക്ഷ്യം പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല. യജമാനൻ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവർ വളരെയധികം ഈ കുടുംബ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ആ സമയത്താണ് C.L. ജോസ് 10ാം ക്ലാസ് പാസ്സാകുന്നത്. കോളേജിൽ ചേരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പനോട് ചെന്ന് പറഞ്ഞു, എനിക്ക് കോളേജിൽ ചേർന്ന് പഠിക്കണം, നല്ല മാർക്കുണ്ട്, കൂട്ടുകാരെല്ലാം അങ്ങനെ കോളേജിൽ ചേർന്നിരിക്കുകയാണ്. അപ്പൻ പറഞ്ഞു, നീ ഏറ്റവും മൂത്തവനാണ്, നീ എന്നെ സഹായിക്കണം, മറ്റുള്ള മക്കളെ കൂടെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം നീ എന്നെ സഹായിച്ചാലേ സാധിക്കൂ. ഞാനിവിടെ ഒരു കുറി കമ്പനിയിൽ, ഒരു ചിട്ടി കമ്പനിയിൽ നിനക്ക് കണക്കെഴുത്ത് ജോലി തരപ്പെടുത്തിയിട്ടുണ്ട്, നീ പോയി ആ ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ആ ജോലി ചെയ്യാനായിട്ട് പറഞ്ഞു വിടുകയാണ്. സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ വാതിക്കലൂടെയാണ് കുറിക്കമ്പനിയിലേക്ക് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ യാത്ര ചെയ്യുന്നത്. തൻ്റെ കൂട്ടുകാരൊക്കെ ഈ കോളേജിൽ പഠിക്കുന്നതും ക്ലാസ്സുകളിലേക്ക് പോകുന്നതും കളിക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ട് അതിദുഃഖിതനായിട്ടാണ് ഈ മനുഷ്യൻ തൻ്റെ ജോലിക്ക് പോകുന്നത്. 15-16 വയസ്സുള്ള ചെറിയ പ്രായം. അയാൾ കഥകൾ എഴുതാൻ ആരംഭിച്ചു, നാടകങ്ങൾ എഴുതാൻ ആരംഭിച്ചു. ചില നാടകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പതുക്കെ അദ്ദേഹം സാഹിത്യത്തിൽ അംഗീകരിക്കപ്പെടാനായിട്ട് തുടങ്ങി. കുറേ വർഷങ്ങൾക്ക് ശേഷം സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ വാതിക്കലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ മുകളിലത്തെ നിലയിൽ സാറ് മലയാളം ക്ലാസ് എടുക്കുകയാണ്. അല്പം പരിചയമുള്ള ഒരു പാഠമാണല്ലോ എന്ന് കരുതി അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാടകമാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കോളേജിൽ പോകാൻ കഴിയാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ നാടകം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. കോളേജിൽ പോകാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ഒരാൾ നിർമ്മലമായ മനസാക്ഷിയോടുകൂടെ കള്ളസാക്ഷ്യം പറയാൻ വിസമ്മതിച്ച് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു കുടുംബത്തിലെ പൈതൽ, അവനെ ദൈവം ഉയർത്തുന്നതിൻ്റെ ഒരനുഭവം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അദ്ദേഹം മറ്റൊരനുഭവം കൂടെ പറയുന്നുണ്ട്. ഇളയ സഹോദരിയെ വിവാഹം കഴിച്ചയക്കാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം. അപ്പോഴേക്കും പിതാവ് കടന്നുപോയി. സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി കഴിയുന്നതെല്ലാം സ്വരുക്കൂട്ടിയിട്ടും പിന്നെയും ഏകദേശം 25,000 രൂപയോളം കുറവാണ്. പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ കുറിക്കമ്പനിയിലേക്ക് കോട്ടയത്ത് നിന്ന് NBS ബുക്ക് പബ്ലിഷേഴ്സാണ്, അവരുടെ ഓഫീസിൽ നിന്നൊരു കോള് വരുന്നു. അദ്ദേഹത്തോട് പറയുകയാണ്, ജോസിൻ്റെ ഒരു നാടകം ഇപ്രാവശ്യം യൂണിവേഴ്സിറ്റി പാഠപുസ്തകമാക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല സെയിൽ വരും, അതുകൊണ്ട് ഞങ്ങൾ റോയൽറ്റി ഒരു എമൗണ്ട് അഡ്വാൻസായിട്ട് അയക്കുകയാണ്, 25,000 രൂപയുടെ ചെക്ക് ഞങ്ങൾ അയക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോൺ കോളാണ്. എത്രയാണോ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നത് അത്രയും തുക കൃത്യമായി ലഭിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപ എന്നുള്ളതാണ്. നിർമ്മല മനസാക്ഷിയോടുകൂടെ ഘനശാലിയായി
ജീവിതത്തിൽ മുമ്പോട്ട് പോയ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മകന് ലഭിച്ച ദൈവത്തിൻ്റെ വലിയ കൃപ. നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവിങ്കിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നുവെന്നാണ്. ദൈവം ഈ ശുശ്രൂഷകരെ കൈവിടുന്നില്ല, ഈ ശുശ്രൂഷയെ മാനിക്കുന്ന ദൈവം എന്ന് ദൈവവചനവും അനുഭവവും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത് ഈ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്തുവിൽ പുതിയ ആളത്വത്തിൻ്റെ മാതൃകയാകുന്ന ശമ്മാശന്മാർ. ക്രിസ്തുവിൽ പുതിയ ആളത്വത്തിൻ്റെ മാതൃകയാകുന്ന ശമ്മാശന്മാർ. ഇവിടെ ശുശ്രൂഷ ചെയ്യുക എന്നതിന് കർത്താവ് പുതിയ അർത്ഥം നൽകുന്നുണ്ട്, പുതിയ മാനം നൽകുന്നുണ്ട്. കർത്താവ് തന്നെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പ്രത്യേകമായ ഉപമയിൽ ഈ ഒരു വലിയ പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വന്ന് അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇവിടെ യജമാനൻ വിവാഹത്തിന് പോയി വരുന്നത് കാത്ത് നിൽക്കുന്ന ബാല്യക്കാരെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അവർ ഒരുക്കത്തോടുകൂടെ അവനെ കാത്തിരിക്കുകയും അവനെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരുക്കമുള്ളവരായി വിശ്വസ്തരായി കാണുകയും ചെയ്യുമ്പോൾ അരകെട്ടി ശുശ്രൂഷ ചെയ്യുന്നത് യജമാനനാണ് എന്ന് കർത്താവ് ഈ ഉപമയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു വലിയ ട്വിസ്റ്റാണ്, ഇതൊരു വലിയ ഒരു അപ്സൈഡ് ഡൗൺ ടേണിംഗ് ആണ്. ദൈവരാജ്യത്തിൽ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഈ ഒരു മഹത്തരമായ ഒരു രൂപാന്തരം നമ്മുടെ ആളത്വത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യജമാനൻ അവർക്ക് ശുശ്രൂഷക്കാർക്ക്, നല്ല ശുശ്രൂഷക്കാർക്ക്, വിശ്വസ്തരായിത്തീർന്ന ശുശ്രൂഷക്കാർക്ക് താൻ തന്നെ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ യജമാനനും ദാസനും എന്നുള്ളത് ഇല്ലാതെയായിത്തീരുകയും എല്ലാവരും ദൈവമുമ്പാകെയുള്ള ശുശ്രൂഷക്കാരായിത്തീരുകയും ചെയ്യുന്ന വലിയ ഒരു രൂപാന്തരം, വലിയ ഒരു പുതിയ ക്രിസ്തുവിലെ പുതിയ ആളത്വത്തിൻ്റെ രൂപപ്പെടൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. യജമാനൻ ദാസൻ വേർതിരിവിൻ്റെയോ അധീശത്വത്തിൻ്റെയോ അടയാളമല്ല. യേശുക്രിസ്തുവിലുള്ള മനസ്സലിവിൻ്റെ ശുശ്രൂഷ, ദൈവിക മർമ്മങ്ങളുടെ ശുശ്രൂഷ, അനുസരണത്തിൻ്റെ ശുശ്രൂഷ, താഴ്മയുടെ ശുശ്രൂഷ, അത് എല്ലാവരിലും വെളിപ്പെടുമ്പോൾ അധികാരത്തിൻ്റെ വേർതിരിവുകളില്ലാതെയായി ക്രിസ്തുവിൽ പുതിയ ആളത്വവും പുതിയ സമൂഹം, ദൈവരാജ്യം അനുഭവവേദ്യമാകും. അതിൻ്റെ മുന്നോടിയായി തീരുവാനാണ് ശമ്മാശന്മാരെ സഭ വിളിച്ച് നിയോഗിച്ചിരിക്കുന്നത്. ശമ്മാശൻ അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്ന സഭയുടെ മാതൃകയാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിലും 53-ാം അധ്യായത്തിലും നമ്മളിത് വിശദമായി കാണുന്നുണ്ടല്ലോ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിൻ്റെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും എന്ന് നമ്മൾ പ്രവചനത്തിൽ വായിക്കുന്നു. ഇപ്രകാരത്തിൽ സഭ തന്നെ ഈ നിയോഗ ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ മാതൃകയായി ശമ്മാശന്മാർ കശീശന്മാരാകുകയും കശീശന്മാർ മേൽപ്പട്ടക്കാരാകുകയും മറ്റ് പദവികളിലുമൊക്കെ എത്തുകയും ചെയ്യുമ്പോഴൊക്കെയും ഈ ശമ്മാശൻ ഉള്ളിൽ മരിക്കാതെ നിറവോടെ ഉണ്ടായിരിക്കണം എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്.
അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ആത്മകഥയാണല്ലോ ജീവിതം ഒരു അഭിഷേകം. വളരെ ബ്ലസ്സഡായ അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ്. നമ്മളെല്ലാവരും വായിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ് ജീവിതം ഒരു അഭിഷേകം. അതിലെ 102 പുറത്ത് അഭിവന്യ മെത്രാപ്പൊലീത്ത എഴുതിയിരിക്കുന്ന ഒരു അനുഭവം ഇപ്രകാരമുണ്ട്. പടിയിറങ്ങിയ കുടുംബത്തെ ചേർത്തു പിടിച്ച ഭവനം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഞാനത് ഇപ്രകാരം വായിക്കാം. എൻ്റെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന പല സംഭവങ്ങളിൽ തെക്കൻ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ഒരനുഭവം ഓർക്കുന്നു. തേവൻകോടുള്ള ഒരിടവക സന്ദർശിക്കുന്നതിനായി ഞാൻ പോകുകയായിരുന്നു. ഒരു തോടിനരികെ വീട് വെച്ച് പാർക്കുന്ന അനേകരുടെ ഭവനങ്ങൾ പോകുന്ന വഴിയിൽ ഞാൻ കണ്ടു. എപ്പോൾ വേണമെങ്കിലും ആ വീടുകൾ തോട്ടിലേക്ക് വീഴാം. ആ സ്ഥിതിയിലാണ് ഇടവകയിലേക്കുള്ള യാത്രയിൽ എന്നെ വളരെയധികം ഞെട്ടിച്ച ഒരു കാഴ്ചയായിരുന്നു അത്. ഞാൻ പള്ളിയിലെത്തി ആരാധനയ്ക്ക് നേതൃത്വം നൽകി. ആരാധന കഴിഞ്ഞ് ആ ഇടവകയിലെ വിശ്വാസ സമൂഹത്തോട് സംസാരിച്ചു. തോടിനരികിലുള്ള ആ വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് ആരെങ്കിലും പള്ളിയിൽ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. വന്നവർ കൈ പൊക്കുവാൻ ആവശ്യപ്പെട്ടു. പലരുടെയും കൈകൾ ഉയർന്നു. വന്ന വഴിയിൽ ഞാൻ കണ്ട വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ഞാൻ ഇടവകയുമായി പങ്കുവച്ചു. എപ്പോൾ വേണമെങ്കിലും തോട്ടിൽ വീണു പതിക്കാൻ സാധ്യതയുള്ള ആ വീടുകളുടെ അവസ്ഥ ഞാൻ അവരോട് പങ്കുവച്ചു. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തതിനാൽ തോടിൻ്റെ കരയിൽ കുടില് കെട്ടി പാർക്കുന്നവരായിരുന്നു അവർ. ആ കുടിലുകളിലും കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങുന്നത് പബ്ലിക് റോഡിലേക്കാണ്. അതുകൊണ്ട് വാതിലുകളിൽ പട്ടികകൾ അടിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങുവാൻ പാടില്ലാത്ത വിധത്തിൽ അവർ ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. ആ വീടുകളിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ കാലുകൾ നന്നായി പൊക്കി മാത്രമേ അകത്തേക്ക് കയറുവാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ ഇപ്രകാരമുള്ള ഭവനങ്ങൾ നേരിട്ട് കാണുവാൻ താല്പര്യപ്പെട്ട് ഞാൻ റോഡരികിലുള്ള ഒരു ഭവനത്തിൽ ചെന്നു. റോഡരികിൽ കസേരയിട്ട് തന്ന് ആ വീട്ടുകാർ എന്നെ അവിടെ സ്വീകരിച്ച് ഇരുത്തി. അതല്ലാതെ കസേരയിടുവാൻ ഒരു സ്ഥലം ആ വീട്ടിലില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നത് ആ വീട്ടിൽ 2 ഭവനക്കാർ താമസിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, അതിന് തൊട്ട് മുകളിൽ കുടികെടുപ്പുകാരായി താമസിച്ചിരുന്ന ഒരു ഭവനം, അപ്പൻ, അമ്മ, മക്കൾ. ഒരു വൈകുന്നേരം ആ സ്ഥലത്തിൻ്റെ ഉടമ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവർക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ല. റോഡിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവരെ കണ്ടു. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ആ കുടുംബത്തിലുണ്ട്. ഈ വീട്ടുകാർ 2 മുറി മാത്രമുള്ള വെറും ടാർപ്പാളിൻ കൊണ്ട് മറച്ച ഒരു വീട്ടിൽ താമസിക്കുന്ന ഈ വീട്ടുകാർ അവരോട് പറഞ്ഞു, ഈ പെൺകുട്ടിയുമായി നിങ്ങൾ ഈ സമയത്ത് വേറെ എങ്ങും സ്ഥലം അന്വേഷിച്ച് പോകേണ്ടതില്ല. ഞങ്ങളുടെ 2 മുറിയുള്ള വീട്ടിൽ 1 മുറി നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്കവിടെ പാർക്കാം എന്ന് പറഞ്ഞ് അവരെ പാർപ്പിച്ചു എന്നാണ്. ശുശ്രൂഷയുടെ എത്ര വലിയ ഒരു സാക്ഷ്യമാണ് ഈ സാധാരണക്കാരായ മനുഷ്യരിൽ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് തിരുമേനി പറയുന്നത് ഇപ്രകാരമാണ്: ഈ സംഭവം ഒരു വലിയ ആവശ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. സ്ഥലവും വീടുമില്ലാത്ത അനേകം പേർ തെക്കൻ തിരുവിതാംകൂറിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ ചിന്ത ഒരു പ്രോജക്റ്റായി രൂപപ്പെട്ടു. സ്ഥലം വാങ്ങി ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി. ഇന്ന് ആ 2 സ്ഥലങ്ങളിലും കുടുംബങ്ങൾ സുരക്ഷിത ഭവനങ്ങളിൽ സന്തോഷത്തോടെ കഴിയുന്നു. ഒരു മേൽപ്പട്ടക്കാരൻ യാത്ര ചെയ്തു പോകുമ്പോൾ തൻ്റെ സഭാംഗങ്ങളല്ലാത്തവർ, വഴിയരികിൽ പാർക്കുന്നവർ അവരെ കണ്ടിട്ട് വേദനപ്പെടുന്നുവെങ്കിൽ അതാണ് ഷമ്മാശനായിരിക്കുക എന്ന് പറയുന്ന അനുഭവം. അവിടെയാണ് ഒരു വലിയ ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റപ്പെടുന്നത്. നമ്മുടെ സഭയുടെയും അഭിവന്യ ഫിലോക്സിനോസ് തിരുമേനിയുടെയും പല സുവിശേഷ പ്രവർത്തനങ്ങളിലും നമുക്ക് ഈ വേദന കാണുവാനായിട്ട് സാധിക്കും. ആ വേദന എല്ലായ്പ്പോഴും ഉൾക്കൊള്ളുന്ന ഷമ്മാശന്മാരായി, അനുഗ്രഹീതരായ ഷമ്മാശന്മാരായി, ഘനശാലികളായ ഷമ്മാശന്മാരായി, സഭയുടെ ഷമ്മാശ ശുശ്രൂഷയുടെ പ്രതീകങ്ങളായി ഈ സമൂഹത്തിൽ കാണപ്പെടുവാൻ പ്രിയപ്പെട്ട എബിനെയും പ്രിയ ആശിഷിനെയും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ഇന്ന് ഈ നിയോഗ ശുശ്രൂഷയിലൂടെ ഷമ്മാശന്മാരായി തീരുമ്പോൾ അന്ത്യം വരെ, നിത്യത വരെ നിങ്ങൾ ഈ ഷമ്മാശ ശുശ്രൂഷയുടെ മഹത്വം പേറിക്കൊണ്ട് ശുശ്രൂഷക്കാരായി വേദനയുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിന് വേണ്ടി വേദനിക്കപ്പെടുകയും ജനത്തെ ശുശ്രൂഷിക്കുകയും വിശ്വാസത്തിൻ്റെ മർമ്മം
നിർമ്മല മനസാക്ഷിയിൽ സൂക്ഷിച്ചുകൊള്ളുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.